അപകടക്കെണിയൊരുക്കി സംസ്ഥാന പാത. മതുക്കോത്ത് ഏച്ചൂർ ഭാഗങ്ങളിൽ റോഡിന് ഇരുവശവും ചില്ലകൾ വെട്ടിമാറ്റാതെ നിരവധി മരങ്ങൾ. മോശം കാലാവസ്ഥയിൽ ചുഴറ്റിയടിക്കാവുന്ന ഒരു കാറ്റിൽ നിലം പൊത്താൻ കാത്തു നിൽക്കുന്നത് പടുകൂറ്റൻ മരങ്ങളാണ്. വലിയൊരു അപകടം പതിയിരുന്നിട്ട് അധികാരികൾ ഇതുവരെ കണ്ണു തുറന്നില്ലെന്നത് വിചിത്രമാണ്. സംസ്ഥാനപാത കണ്ണൂർ മട്ടന്നൂർ ഹൈവേയിൽ മതുക്കോത്ത് മുതൽ ഏച്ചൂർ വരെ അപകടക്കെണിയൊരുക്കി നിരവധി മരങ്ങൾ നിൽപ്പുണ്ട്. ചെറിയൊരു കാറ്റിൽ പോലും ചില്ലകൾ അടർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഉള്ളത്. കാലവർഷം തുടങ്ങും മുമ്പേ തന്നെ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഈ വഴിയിൽ ഇതൊന്നും നടപ്പായില്ല. പോരാത്തതിന് 2022 ജൂൺ മാസം എഒ ഹരി എന്ന വ്യക്തി അപേക്ഷ നൽകിയതിൽ അധികാരികൾ ചില്ലകൾ മുറിച്ചു മാറ്റാനുള്ള ഓർഡറും നൽകി. എന്നാൽ 3 വർഷം കഴിഞ്ഞിട്ടും കടലാസിൽ ഒതുങ്ങിയതല്ലാതെ നടപ്പിൽ വരുത്താൻ ആർക്കുമായില്ല. വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചാൽ മാത്രമേ വിഷയം ഭരണകൂടങ്ങൾക്ക് മുമ്പിൽ എത്തുകയുള്ളൂ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. അതുപോലെ തന്നെ ഇവിടെ ഒരു മാവേലി സ്റ്റോം പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ വീടിന് മുന്നിലുള്ള ഹരികേന്ദ്രം പറയാൻ അവർ ഇതിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണിച്ച് ഇത് മുറിച്ചു മാറ്റണം എന്നുള്ള നിലയിൽ ഒരു പരാതിയായി കൊടുത്തിട്ട് മാസങ്ങളെത്ര കഴിഞ്ഞ മാസം ഒരാൾ വന്ന് പരാതി കൊടുത്തിട്ടുള്ളത് ഇവിടെ വന്നിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ എഞ്ചിനീയറോട് പറയാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നതല്ല എന്ന് തോന്നുന്നു. എഞ്ചിനീയറോട് പറയാമെന്നിട്ട് പോയി. പിന്നെ ഒരു സംഭവം ഉണ്ടായില്ല. ഇതിപ്പം സാധാരണ ഇതിലിപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്കും അതുപോലെ തന്നെ റോഡിലേക്കുമായി ഏത് നിമിഷവും എന്തും സംഭവിക്കാം. കഴിഞ്ഞ തവണ വന്ന് ആ കാറ്റ് പിന്നെ ഈ ഭാഗം ഒഴിഞ്ഞത് കൊണ്ടാണ് നേരെ റോഡിന് ഓപ്പോസിറ്റുള്ള ഭാഗത്തായതുകൊണ്ട് മറുപുറമായതുകൊണ്ടാണ് ഈ പറയുന്ന വേറെ പരിക്കുകളില്ലാതെ ഇവിടെ പരിക്കില്ലാതെ രക്ഷപ്പെടും. അവിടെ അല്ലെങ്കിൽ പകൽ സമയത്താണെങ്കിൽ ഇവിടെ 30ഓളം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലം. മാവേലി സ്റ്റോറിലാണെങ്കിൽ 4 പേരുണ്ട്. ബാക്കി വേറെയും 10-26 ആളുകൾ ജോലി ചെയ്യുന്നു. പിന്നെ ആളപായം പോലും സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ സാധാരണ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി PWD ഫോറസ്റ്റിലേക്ക് പോയി ഫോറസ്റ്റിൽ നിന്ന് ഇതിൻ്റെ വിലയെല്ലാം കണക്കാക്കി അവർ ഇതിന് ടെൻഡർ വെച്ച് സാധാരണഗതിയിൽ ആളെടുത്തില്ലെങ്കിൽ പിന്നീടും ഇങ്ങനെയാണ്. ഒരു 10-13 കൊല്ലം മുമ്പിൽ 12 കൊല്ലം ഇതേപോലെ സംഭവം ഉണ്ടായി. ഞാനൊരു 4-5 തവണ ഇതിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് ആവശ്യം കയറി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്തുള്ള ഒരു മരം മുറിക്കുകയും മറ്റതിൻ്റെ ഒരു 2 ബ്രാഞ്ച് കട്ട് ചെയ്യുകയും ചെയ്യും. ഇത്തവണ കാലാവസ്ഥ തീർത്തും മോശമാണെന്നിരിക്കെ നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് അപകടങ്ങൾ നടന്നിട്ടും ഈ വഴി ആരും വന്നില്ല. രാപ്പകൽ ഭേദമില്ലാതെ ജനങ്ങൾ വാഹനങ്ങളിലും കാൽനടയായും ആശ്രയിക്കുന്ന വഴി കൂടിയാണിത്. ഒരു ജീവഹാനിയിൽ മാത്രമേ നടപടി ഉണ്ടാവൂ എന്ന വാശിയിലാണ് ഭരണകൂടമെങ്കിൽ മതുക്കോത്ത് സംഭവിക്കാൻ പോകുന്നത് ചെറിയൊരു അപകടമായിരിക്കില്ല. കഴിഞ്ഞ മാസം ഉണ്ടായ ചുഴലിക്കാറ്റ് അപകടത്തിൽ മുകളിൽ കാണുന്ന ആ മില്ലിൻ്റെ മേൽക്കൂരിയും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളെല്ലാം കേടുപാട് സംഭവിച്ചു. ആ കാറ്റൊരു അല്പം മാറി ഒരു 50 മീറ്റർ താഴത്തായിരുന്നെങ്കിൽ ഇതിൻ്റെ അപകടാവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിൽ എത്രയോ അപ്പുറത്തായിരിക്കും. കാരണം ആ കാണുന്ന മരങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ആ സമരവൃക്ഷം ആ റോഡും കടന്ന് മറുവശത്തുള്ള ഹൈടെൻഷൻ ലൈനും കഴിഞ്ഞ് ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള ബിൽഡിങ്ങിൻ്റെ മേലെയെത്തി നിൽക്കുകയാണ്. ആ ചിത്രങ്ങൾ പൊട്ടി വീഴുകയാണെങ്കിൽ ഉണ്ടാകുന്ന അപകടം എത്രമാത്രം വലുതാണെന്ന് നമുക്കറിയില്ല. നമ്മൾ അധികാരികൾ പൊതുവെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവരെ കണ്ണു തുറക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ ഉണ്ടാവില്ല. അത് നമ്മുടെ നാടിൻ്റെ ശാപമാണ്. അപ്പം ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരികയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന അപകടങ്ങളിൽ നിന്ന് എത്രയോ രക്ഷ കാണാൻ പറ്റുമെന്നാണ് പറയാനുള്ളത്. ചില്ലയൊന്നൊടിഞ്ഞാലോ കൊമ്പൊന്നടർന്നാലോ ഹൈടെൻഷൻ ലൈനിലേക്കാണ് വന്നു പതിക്കാൻ പോകുന്നത്. പിന്നീട് ദുരന്തത്തിന്റെ വ്യാപ്തി അറിയിക്കാൻ ദേശത്തൊരു വ്യക്തി ബാക്കിയാവണമെന്നില്ല. എന്നിട്ട് മാത്രമേ ഇതിനൊരു പരിഹാരം കാണുകയുള്ളൂ എന്നാണെങ്കിൽ ഇനി ആർക്കു മുന്നിലും നിവേദനം സമർപ്പിക്കാൻ നാട്ടുകാരെത്തില്ല. വലിയന്നൂർ ദിനേശ് ഭവന് മുന്നിലൂടെ കടന്നുപോകുന്ന ഓരോരുത്തരും ഈ മഴക്കാലം നെഞ്ചിൽ നെരിപ്പോടോടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ദിവസം പോലും മരച്ചില്ല തട്ടി കണ്ടെയ്നർ വീണതും ആൽമരക്കൊമ്പൊടിഞ്ഞു വീണതും വാർത്തയായിരുന്നു. അന്നൊന്നും അതൊരു ദുരന്തമാവാത്തതുകൊണ്ട് മാത്രം വാർത്താ പ്രാധാന്യം നേടിയില്ല എന്നതാണ് ശരി. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ ജില്ലയിൽ റെഡ് അലേർട്ട് കൂടിയാവുന്ന സാഹചര്യത്തിൽ കാറ്റ് ചുഴറ്റിയടിക്കുന്നതുകൊണ്ടും പ്രദേശവാസികൾ ഇവിടെ കഴിയുന്നത് ഭീതിയോടെയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.